സുധി ജോലിക്കാണെന്ന് പറഞ്ഞ് പാർക്കിലിരിക്കുകയാണെന്ന് സച്ചി എല്ലാവർക്കും മുൻപിൽ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മനംനൊന്ത് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. നേരെ പോകുന്നത് ആദിയുടെയും വിമലാന്റിയുടെയും എടുത്തോട്ടായിരിക്കും. അവിടെ ചെന്ന് അമ്മയുടെ അടുത്ത് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം കരയും. അതിനുശേഷം ഇനി ഞാൻ ശ്രുതിയുടെ അടുത്തോട്ട് പോവില്ല, ശ്രുതിയായിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്ന് ഉറപ്പിച്ചായിരിക്കും ശ്രുതി അവിടെ ഇരിക്കുന്നത്. ഇനി തിരികെ വീട്ടിലോട്ട് പോയില്ല എന്ന് വിമലാന്റിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്താ കല്യാണി ഇത്? ചെറിയൊരു കാര്യത്തിന് നീ ഇങ്ങനൊരു തീരുമാനം എടുത്താലോ? ഇതിലും വലിയൊരു കാര്യം നീ അവനിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അതവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നമായിരിക്കില്ലേ? നീ എല്ലാം ക്ഷമിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് വിമലാന്റി പറയുന്നുണ്ട്. അമ്മ ഇനി എന്നോടൊന്നും പറയണ്ട, ഞാൻ ഇനി ആ വീട്ടിലോട്ട് പോയില്ല എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുകയായിരിക്കും. ഈ സമയത്താണ് ശ്രുതിയെ തിരയാനായിട്ട് സച്ചിയും രേവതിയും സുധിയും ആ വഴിക്ക് വരുന്നത്. അവിടേക്കാണ് ബസ് കയറിയിരിക്കുന്നതെന്ന് പാർലറിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിരുന്നു. ശ്രുതിയെ തിരഞ്ഞ് നേരെ ആദ്യം കാണുന്നുണ്ട്. ആദ്യം നേരെ വീട്ടിലോട്ട് ഇവരെല്ലാവരെയും കൊണ്ടുപോവാണ്. കാറ് വന്ന് നിൽക്കുന്ന ഒച്ച കേട്ട് നോക്കുമ്പോൾ അത് ശ്രുതിയായിരിക്കും. സച്ചി രേവതിയൊക്കെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ചെരുപ്പും ബാഗൊക്കെ എടുത്ത് ശ്രുതി ഓടുന്നുണ്ട്. ഓടുന്ന കാണുമ്പോൾ വിമലാന്റി ചോദിക്കുന്നുണ്ട്, എന്താടി കല്യാണി, നീ എന്തിനാ ഓടുന്നേ? അത് പിന്നെ ശ്രുതി വരുന്നുണ്ട്. ശ്രുതിയോ? ഇനി എല്ലാം അറിഞ്ഞിട്ടായിരിക്കോ ഇങ്ങോട്ട് വരുന്നത്? അമ്മേ, എനിക്കറിയില്ല. അമ്മനെ എടുത്തു ചാടിയിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ടാട്ടോ, എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് അവിടെ ഒളിച്ചു നിൽക്കായിരിക്കും ശ്രുതി. അങ്ങനെ വിമലാന്റി ഇതും പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ചെല്ലുകയാണ്. രേവതി, എന്തൊക്കെയാ വിശേഷം? എന്താ ഈ വഴിക്ക് എന്നൊക്കെ വിമലാന്റി കൂളായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, ഇത് സച്ചിയേട്ടൻ്റെ ഏട്ടനാണ്, ഏട്ടൻ്റെ ഭാര്യയെ കാണാനില്ല, അപ്പം ഞങ്ങൾ തിരഞ്ഞിറങ്ങിയതാണ്. എന്തായാലും നിങ്ങൾ ഉള്ളിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വന്നിരുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതുപോലെ ഒക്കെ നടന്നു. ആൻറ്റി കണ്ടു കാണും, അന്ന് ഫംഗ്ഷന് വന്നപ്പോൾ അവിടെ ശ്രുതി ഉണ്ടായിരുന്നു. ആൻറ്റി കണ്ടില്ലേ? എനിക്കത്ര ഓർമ്മയില്ല. ആൻറ്റി ഫോട്ടോയിൽ കാണുന്ന ശ്രുതി ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ശ്രുതി. ഇല്ല മോനെ, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ ശ്രുതി ആകെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, മോൻ വിഷമിക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് മോളെ കണ്ടെത്തും, മോൻ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വിമലാന്റി ആശ്വസിപ്പിക്കുന്നുണ്ട്. ആദ്യമാണെങ്കിൽ ശ്രുതി കരയുമ്പോൾ ശ്രുതിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, എന്തിനാ അങ്കിളെ കരയുന്നേ? അങ്കിൾ എന്തിനാ കരയുന്നേ? അങ്ങളുടെ കണ്ണ് ഞാൻ തുടച്ചു തരാന്നൊക്കെ പറഞ്ഞ് ആദി കണ്ണ് തുടച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആദി എങ്ങനെ കെട്ടിപ്പിടിച്ച് ശ്രുതി കരയാണ്. ആദ്യമാണെങ്കിൽ ആൻറ്റിയോട് ചോദിക്കുന്നുണ്ട്, അമ്മമ്മേ ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടേക്കാ പോയത്? പെട്ടെന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ആൻറ്റിയുടെ മകള് വന്നിരുന്നോ? അല്ലല്ല, അതേ എൻ്റെ ഒരു കുടുംബത്തിൽ ഉള്ളൊരു കുട്ടിയാ, ഇവനവളെ ആൻറ്റി എന്നാ വിളിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് ഞാൻ കുടിക്കാനൊന്നും തന്നില്ലല്ലോ, എന്തായാലും ഞാൻ എന്തായാലും കുടിക്കാൻ എടുക്കാം. വേണ്ട ആൻറ്റി, ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. ഇനി ആൻറ്റിക്ക് ഇവിടെ വിവരം കിട്ടിയാൽ എന്നെ വിളിക്കാൻ മറക്കരുതേ എന്നൊക്കെ ആൻറ്റിയുടെ അടുത്ത് പറയണ. അങ്ങനെ വിമലാന്റി ശ്രുതിയോട് പറയുന്നുണ്ട്, മോനെ അവൾ എങ്ങോട്ടും പോവില്ല, മോനോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ വീട്ടിലോട്ട് തന്നെ വരും. ആൻറ്റി, ഞാൻ അവളോട് ചെയ്തത് വലിയ തെറ്റാ, അവളോട് ഞാൻ പറയണമായിരുന്നു, പക്ഷേ അവൾ വിഷമിക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ അവളുടെ അടുത്ത് ഒന്നും പറയാതിരുന്നത് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ആൻറ്റി പറഞ്ഞ പോലെ അവൾ തിരിച്ചു വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ശ്രുതി കേൾക്കുന്നുണ്ടായിരിക്കും. ശ്രുതി ഇങ്ങനെയൊക്കെ സങ്കടപ്പെട്ട് സംസാരിക്കുമ്പോൾ ശ്രുതിക്കും സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും രേവതിയും സച്ചിയൊക്കെ അവിടുന്ന് പോവാണ്. അവർ പോയ ഉടനെ ശ്രുതി വരുന്നുണ്ട്. എന്നിട്ട് വിമലാന്റി പറയുന്നുണ്ട്, നീ കേട്ടില്ലേ ശ്രുതി എത്ര സങ്കടത്തിലാണെന്ന് അറിയോ? നീ പെട്ടെന്ന് വീട്ടിലോട്ട് പോവാൻ നോക്ക്, പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. നീ പറഞ്ഞിട്ടേ എനിക്ക് ശ്രുതിയെ അറിയൂ, എന്നാ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ കണ്ടെത്തിയതാ ശ്രുതിയെ, അതിപ്പോ ഏറ്റവും നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നേ. നിന്നെ സ്നേഹിക്കുന്ന ഇങ്ങനെ ഒരാളെ തന്നെ നിനക്ക് കിട്ടിയല്ലോ, നീ എന്തായാലും തിരികെ വീട്ടിലോട്ട് പോവാൻ നോക്ക്. കല്യാണി, അവനൊരു പാവാ, നീ തിരികെ വീട്ടിലോട്ട് പോവാൻ നോക്ക്. അങ്ങനെ ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ശ്രുതി തന്നെ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഇവരെത്തുന്നതിന് മുൻപേ ശ്രുതിക്ക് അവിടെ എത്തണമെന്നായിരിക്കും ശ്രുതിയുടെ മനസ്സിൽ. അങ്ങനെ ശ്രുതി വിമലാനിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. പോവാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ശ്രുതിയെ തെരഞ്ഞ് ആകെ തളർന്ന് സങ്കടത്തോടെ ആയിരിക്കും വീട്ടിലേക്ക് വരുന്നത്. സങ്കടത്തോടു കൂടി ശ്രുതി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് ശ്രുതിയെ കണ്ടെത്താൻ പറ്റിയില്ല, അവൾ എവിടേക്കാ പോയെന്ന് എനിക്ക് അറിയില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരയായിരിക്കും. എന്നാ രവി പറയുന്നുണ്ട്, നീ കരയാതിരിക്കുക, ശ്രുതി ഇപ്പം കയറി വന്നിട്ടേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് വിളിക്കാനായിട്ട് നിൽക്കായിരുന്നു. ശ്രുതി വന്നോ? അങ്ങനെ ശ്രുതി പുറത്തോട്ട് വരുന്നുണ്ട്. ശ്രുതി, നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല. സങ്കടത്തോടു കൂടിയും ദേഷ്യത്തോടു കൂടിയും തന്നെയാണ് ശ്രുതി നിൽക്കുന്നത്. ശ്രുതി എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ശരിയാ, ശ്രുതി അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, കള്ളത്തരം പറഞ്ഞ് പാർക്കിൽ പോയിരുന്നു. ഇനി സച്ചി ഒരിക്കലും ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്, അതെനിക്ക് ഇഷ്ടപ്പെടില്ല അങ്കിളെ, അങ്കിള് സച്ചിയോട് പറയണം എന്ന് ശ്രുതി ദേഷ്യത്തോടു കൂടി രവിയുടെ അടുത്ത് പറയണം.
അച്ഛാ ഇതാ ഇവന്റെ കൂടെ ഈ സോഡാക്കുപ്പിയുടെ കൂടെ ഞാൻ ഇവളെ തരാൻ എവിടേക്കൊക്കെ പോയെന്നറിയോ? എന്റെ ഒരു ദിവസത്തെ എണ്ണ പൈസ ഞാൻ ഓടുകയാണെങ്കിൽ എനിക്ക് എത്ര രൂപ കിട്ടുമെന്നറിയോ? ഇവന് വേണ്ടിയിട്ടാ ഞാൻ എല്ലായിടത്തേക്കും പോയത്. സച്ചി, നീ മിണ്ടാതിരിക്കുക. നീ ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ ഭർത്താവിനെ കുറിച്ച് നീ ഇനി സംസാരിക്കരുതെന്ന്. ഏതൊരു ഭാര്യയ്ക്കും അവരുടെ ഭർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമൊന്നും കാണില്ല. അതുകൊണ്ട് നീ ഇനി ശ്രുതിയെക്കുറിച്ച് ഒന്നും പറയരുത്, അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ഓ അങ്ങനെ ഇവളുടെ ഭർത്താവിനെ കുറിച്ച് പറയരുതെന്നല്ലേ അച്ഛനോട് പറഞ്ഞത്? എനിക്ക് എന്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞൂടെ? ഇവളെ ഭർത്താവ് ആവണേന് മുൻപേ ഇവൻ എന്റെ ഏട്ടനാ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവനെ ചോദ്യം ചെയ്യാനും സംസാരിക്കാനൊക്കെ ഉള്ള അവകാശമുണ്ട്. അതിനി ഇവള് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. സച്ചി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നീ ഇനി ശ്രുതിയെ കുറിച്ച് ഒന്നും പറയണ്ട. അത് ശ്രുതിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? ഇനി വീണ്ടും വീണ്ടും എന്തിനാ നീ സംസാരിക്കുന്നത്? നീ നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഈ വായ കൊണ്ട് തന്നെ അത് നീ ഇല്ലാതാക്കുക. നീ ഒന്ന് വായ അടക്കി വെക്ക്. നീ ചെയ്തത് തെറ്റ് തന്നെയാ. ഇങ്ങനൊരു കാര്യം അറിയുമ്പോൾ നീ ആദ്യം പറയേണ്ടത് എന്നോടായിരുന്നു. ഇങ്ങനെ എല്ലാവരും മുൻപിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് ശ്രുതിക്ക് ഒരുപാട് നാണക്കേടായി. അതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. മോളെ ശ്രുതി, ഇനി എന്ത് വന്നാലും ഇവിടുന്ന് പറയാതെ എങ്ങോട്ട് ഇറങ്ങി പോരുത്. എത്രമാത്രം ടെൻഷനായെന്നറിയോ? ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ശ്രുതിയും പറയുന്നുണ്ട്, ഇല്ല അങ്കിളെ, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. അങ്ങനെ ശ്രുതി റൂമിലോട്ട് പോകുന്നുണ്ട്. സച്ചിയോട് പറയുന്നുണ്ട്, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്കും വേണ്ട, ഒരു വർത്താനം വേണ്ട. എല്ലാവരും അവരവരെ ജോലി നോക്കിക്കൊള്ളാൻ വേണ്ടി എല്ലാവരെയും പറഞ്ഞു വിടുന്നുണ്ട്. സച്ചിയും രേവതിയും അടുക്കളയിലോട്ട് പോവാണ്. ശ്രീകാന്തും വർഷയും റൂമിലോട്ട് പോകുന്നുണ്ട്. സുധിയും ചന്ദ്രയും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. ചന്ദ്രേ, ഇപ്പൊ കണ്ടില്ലേ, നീ മറച്ചു വെച്ച പല കാര്യങ്ങളും അത് പുറത്തറിയുമ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഇനി നീ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവരുതെന്ന് രവി ചന്ദ്രയുടെ അടുത്ത് പറയാണ്. ചന്ദ്ര എങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്, നീ എന്താടാ നോക്കി നിൽക്കുന്നേ? നീ പോയിട്ട് ശ്രുതി ഒന്ന് ആശ്വസിപ്പിക്കെന്ന് പറഞ്ഞ് ശ്രുതിയെ റൂമിലോട്ട് പറഞ്ഞു വിടാണ്. ശ്രുതി റൂമിൽ കയറുമ്പോൾ തന്നെ ശ്രുതിയുടെ കാലിലോട്ട് വീഴുന്നുണ്ട്. ശ്രുതി, എന്നോട് ക്ഷമിക്കണം ശ്രുതി. ഞാൻ നിന്റെ അടുത്ത് ചെയ്തത് വലിയ തെറ്റാ. നീ എന്നോട് പൊറുക്കണം. നിന്നെ കാണാതായപ്പോ ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയോ? നിന്നെ ഒരു നോക്ക് കണ്ടാ മതിയെന്നായിരുന്നു. അത്രയും സങ്കടമായിരുന്നു എനിക്ക്. ശ്രുതി, നീ എഴുന്നേറ്റ് ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞ് കട്ടില് ശ്രുതി ഇരുത്തുന്നുണ്ട്. എന്തിനാ ശ്രുതി നീ കള്ളം പറഞ്ഞത്? നിന്റെ ജോലി പോയിന്ന് എന്റെ അടുത്ത് പറയാറുന്നില്ലേ? എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള പരിഹാരം നിനക്ക് പറഞ്ഞു തരില്ലേ? നീ എന്തിനാടാ എന്നിൽ നിന്ന് മറച്ചത്? അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രമാത്രം സങ്കടമായത്. ശ്രുതി, നിന്നെ വിഷമിപ്പിക്കരുതെന്ന് കരുതിയിട്ടാ ഞാൻ നിന്റെ അടുത്ത് ഒന്നും പറയാഞ്ഞത്. നീ എന്നോട് ക്ഷമിക്ക്. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. സത്യമായിട്ടും ഇനി നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ജീവിച്ചോളാം. ഇതൊക്കെ ചന്ദ്ര കേൾക്കുന്നുണ്ടായിരിക്കും. ശ്രുതി, നിനക്കൊരു കാര്യം അറിയോ? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നിന്റെ പല കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ പിന്നീട് എപ്പോഴോ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള അവസ്ഥയാ. ഏതൊരു ബന്ധത്തിലും വിശ്വാസാ ഏറ്റവും വലുത്. ആ വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ഇനിയൊരു തവണ നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചാ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. എന്നേക്കുമായിട്ട് ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് പോവും. അയ്യോ ശ്രുതി, അങ്ങനെയൊന്നും പറയല്ലേ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ശ്രുതി. ഇനി ഇതുപോലെ നീ എങ്ങോട്ടും ഇറങ്ങി പോരുത്. എൻ്റെ അടുത്ത് പറയാതെ. നീ അമ്മയോട് പറഞ്ഞു. ഒരു തവണ നീ എൻ്റെ അടുത്ത് പറയാറുന്നില്ലേ? പലതവണ ഞാൻ നിന്റെ അടുത്ത് പറയണമെന്ന് കരുതിയതാ. പക്ഷേ അമ്മയെ എൻ്റെ അടുത്ത് പറഞ്ഞത് നിന്റെ അടുത്ത് പറയണ്ടായെന്ന്. ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട്, എടാ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നോ? ഇതും പറഞ്ഞുകൊണ്ട് റൂമിലോട്ട് കയറുകയാണ്. മോളെ ശ്രുതി വിഷമിക്കാതിരിക്കെ. ഞാനാ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞത് നിന്റെ അടുത്ത് ഒന്നും പറയണ്ടായെന്ന്. കല്യാണത്തിന് മുൻപ് സുധീർ ജോലി പോയത് നീയല്ലേ പറഞ്ഞത്? അമ്മയുടെ അടുത്ത് പറയണ്ട, എന്നോട് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് സങ്കടാവുമെന്ന്. അതുപോലെ തന്നെയാ നീ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിഷമാവെന്ന് കരുതിയിട്ടാ ഞാൻ സുധീരുടെ അടുത്ത് പറഞ്ഞത് നിന്റെ അടുത്ത് പറയണ്ട എന്ന്. മോളിനി ഇതോർത്ത് സങ്കടപ്പെടാതിരിക്കെ. മോള് വിചാരിക്കുന്ന പോലെ നല്ലൊരു ജോലി സുധിക്ക് കിട്ടും. മോളിനി വിഷമിക്കല്ലേ. എന്നാലും വേണ്ടി ആ സച്ചിയൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? എന്നെ എത്രമാത്രം നാണം കെടുത്തി അവരെല്ലാവരും. മോളെ, നീ അതൊന്നും കേൾക്കണ്ട. അവൻ അങ്ങനെ പലതും പറയും. അവൻ പറയുന്നത് നീ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. ഞാൻ കൈ പിടിച്ചു കൊണ്ടുവന്ന മരുമകളാ നീ. ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടു എന്നറിയോ? ശ്രുതി, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ആൻറ്റി, എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? ശ്രുതി അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിനക്ക് ആരാ പറഞ്ഞേ ആരും ഇല്ലയെന്ന്? നിന്റെ അച്ഛനില്ലേ? മലേഷ്യയിലെ വലിയ കോടീശ്വരനല്ലേ? അച്ഛൻ അവിടെയല്ലേ ആൻറ്റി? എനിക്ക് നാട്ടിൽ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. മോളെ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ശ്രുതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ശ്രുതിക്ക് ഒരു ഇന്റർവ്യൂ കാണും. രാവിലെ തന്നെ ശ്രുതി ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്ത് ഒരുങ്ങി ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, നീ ഈ ഷർട്ട് ഇടണ്ട, വേറൊരു ഷർട്ട് ഇട്ടാൽ മതി, ഞാൻ എടുത്തു തരാം. വേണ്ട ശ്രുതി, ഇപ്പം തന്നെ സമയമില്ല, 10 മണിക്കാ ഇന്റർവ്യൂ, ഞാൻ ഇറങ്ങട്ടെ. ശ്രുതി, നിന്നോടാ പറഞ്ഞത് ഡ്രസ്സ് മാറ്റിപ്പോവാൻ, ഞാൻ എടുത്തു തരാം. അതിനിപ്പോൾ അത്രമാത്രം സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ദേഷ്യത്തോടു കൂടി ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി ഷർട്ട് മാറ്റുകയാണ്.
നിനക്ക് വിഷമായോ രാവിലെ തന്നെ നിന്റെ മൂഡ് ഞാൻ കളഞ്ഞോ എന്ന് ശ്രുതി ചോദിക്കാണ്. അത് നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ഞാൻ എന്തായാലും ഇന്റർവ്യൂവിന് ഇറങ്ങട്ടെ. അമ്മേ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ചന്ദനം തൊട്ടു കൊടുക്കുന്നുണ്ട്. പോയിട്ട് വാ മോനെ, എന്തായാലും നിനക്ക് ഈ ജോലി കിട്ടുന്നൊക്കെ ചന്ദ്ര പറയാണ്. സച്ചി അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, ഹോ നീ ജോലി അന്വേഷിച്ച് ഇറങ്ങുകയാണല്ലേ, എന്നാ നടക്കട്ടെ. ഇനി നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിലും നീ നേരെ കാർ ഷെഡിലോട്ട് വന്നാൽ മതി. അവിടെ 1-2 വണ്ടികൾ കിടക്കുന്നുണ്ട്. ഏതെങ്കിലും വണ്ടി ഞാൻ നിനക്ക് എടുത്തു തരാം. ദിവസം ഓടിക്കഴിഞ്ഞാൽ നല്ലൊരു തുക കിട്ടും. ഇങ്ങനെ പോയാലും രാവിലെയും വൈകിട്ടും നല്ല പോലെ സവാരി കിട്ടുകയാണെങ്കിൽ മാസം ഒരു 30,000 രൂപ കിട്ടും. പിന്നെ ബാക്കിയൊക്കെ നിന്റെ കയ്യിലാ. എന്താടാ കാർ ഓടിക്കാനെന്നോ? സുധിയുടെ ഡിഗ്രി നിനക്ക് എത്രയാ അറിയോ? നിനക്ക് പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലയെന്ന് കരുതിയിട്ട് എന്റെ മോനെ കാർ ഓടിക്കാൻ കൊണ്ടുപോകണമെന്നോ? 10 ഡിഗ്രി ഉള്ളവർ വരെ കാർ ഓടിക്കുന്നുണ്ട്. അത് കുടുംബത്തിന് വേണ്ടിയാ. വേറൊരു ജോലിയും കിട്ടാത്ത കാരണം എങ്ങനെയെങ്കിലും 10 രൂപ സമ്പാദിച്ച് കുടുംബം നോക്കണം എന്നുള്ളവർക്കേ അങ്ങനെയൊക്കെ തോന്നൂ. അല്ലാതെ ഇവനെ പോലുള്ളവർക്കൊന്നും തോന്നില്ല. സച്ചി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാ ഇനി സുധി അപമാനിച്ച് സംസാരിക്കരുതെന്ന്. അവന് നിന്നെ പോലെ കാർ ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാർ ഓടിക്കുന്നത് ചെറിയ ജോലി എന്നാണോ നിന്റെ വിചാരം? ഒരു ദിവസം കാറൊന്ന് ഓടിച്ചു നോക്ക്. ഒരുപാട് തവണ ഈ തിരക്കുള്ള റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ എത്ര തവണ ക്ലച്ചും ബ്രേക്കും ചവിട്ടണമെന്ന് അറിയോ? എത്രമാത്രം വേദന വരുന്നറിയോ കാലിന്? ഇതൊക്കെ സഹിച്ചാ കാർ ഓടിക്കുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ കാർ ഓടിക്കല്. മോനെ നീ അതൊന്നും നോക്കണ്ട. അവൻ പലതും പറയും. അവനെ പഠിക്കാത്തതിൻ്റെയും ഒക്കെ കുറവാ ഈ കാണിക്കുന്നത്. ഈ കാർ ഓടിച്ച് ഇള്ളതിന് കള്ളും കുടിച്ച് നടക്കുക, അതാണ് ഇപ്പം ഇത്ര വലിയ കാര്യം എന്നാ ഇവൻ പറഞ്ഞു വരുന്നേ. ഇത് കേട്ട് രേവതി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്താ ഈ പറഞ്ഞു വരുന്നേ? സച്ചിയേട്ടന് വിദ്യാഭ്യാസം അല്ലയാന്നോ? വിദ്യാഭ്യാസം ഇല്ലാത്ത കാരണമാണ് കാർ ഓടിക്കുന്നതെന്നോ? ഈ കാർ ഓടിച്ചിട്ട് തന്നെയാ ഈ കുടുംബം നോക്കുന്നേ. എല്ലാ മാസവും ചെലവിനുള്ള പൈസയായിട്ട് സച്ചിയേട്ടൻ ഇവിടെ പൈസ തരുന്നുണ്ട്. ഇവിടുത്തെ സകല കാര്യങ്ങളും സച്ചിയേട്ടനാ നോക്കുന്നേ. രാവിലെ പാൻറ് ഷർട്ടും ഇട്ട് ഞാനുണ്ടാക്കിയ ഭക്ഷണം പാക്ക് ചെയ്ത് പാർക്ക് പോയിരിക്കുമെന്നല്ല സച്ചിയേട്ടൻ. സച്ചിയേട്ടൻ ഇപ്പോഴും പാർക്കിൽ വെച്ചിട്ട് സുധിയെ കണ്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ രാവിലെ ഞാനുണ്ടാക്കിയ ഭക്ഷണം എടുത്ത് രാവിലെ അങ്ങ് ഇറങ്ങും പാർക്ക് പോയിരിക്കാൻ. സച്ചിയേട്ടനെ അങ്ങനെയല്ല. ഇപ്പൊ കുറച്ചു നാള് വണ്ടി ഇല്ലാത്ത കാരണം കാറ് തുടയ്ക്കാനാ സച്ചിയേട്ടൻ പോയിരുന്നത്. എല്ലാ ജോലി ചെയ്യാനും സച്ചിയേട്ടൻ ഒരു മടിയുമില്ല. എന്താടി നീ സുധിയെ പരിഹസിക്കുകയാണോ? ഞാൻ പരിഹസിക്കുന്നൊന്നല്ല. അമ്മയ്ക്കറിയാലോ നടന്ന കാര്യം തന്നെയാ ഞാൻ പറഞ്ഞതെന്ന്. ഇനി അല്ല എന്ന് പറയുന്നുണ്ടോ? ചന്ദ്രയെന്ന് മിണ്ടാ നിൽക്കുന്നുണ്ട് കുറച്ചു നേരം. അങ്ങനെ രവി വരുന്നുണ്ട്. എന്താടാ എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല അച്ഛാ. അത് പിന്നെ രവിയേട്ടാ, ഈ സച്ചി ഉണ്ടല്ലോ സുധിയോട് കാർ ഓടിക്കാൻ ചെല്ലാൻ പറയാ. പറഞ്ഞു കൊടുക്ക്, മുഴുവനായിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്ക്. അച്ഛൻ കേട്ടിട്ടില്ലല്ലോ, ഞാൻ അമ്മയായിട്ട് പറഞ്ഞു കൊടുക്ക്. അങ്കിളെ, സുധിയെ കാർ ഓടിക്കാനായിട്ട് സച്ചി വിളിക്കുക. കാറുണ്ട്, അവനോട് ദിവസം ഓടിക്കാനായിട്ട് പറയാ. ഇത്രയും വിദ്യാഭ്യാസമുള്ള സുധി എന്തിനാ കാർ ഓടിക്കാൻ പോകുന്നേ? സച്ചി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാ സുധിയുടെ കാര്യത്തില് ഇനി നീ ഇടപെടരുതെന്ന്. അച്ഛ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ രേവതി പറയുന്നുണ്ട്. അച്ഛാ അതൊന്നുമല്ല, സച്ചിയേട്ടൻ പഠിപ്പില്ല വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിയേട്ടനെ കൊച്ചാക്കി സംസാരിക്കുക. അപ്പൊ പറഞ്ഞു എന്നേ ഉള്ളൂ, വേറെ ഒന്നും സച്ചിയേട്ടൻ പറഞ്ഞിട്ടില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. മോഷ്ടിക്കാതെയും കള്ളം പറയാതെയും തട്ടിപ്പറിക്കാതെയും എന്ത് ചെയ്താലും അതൊക്കെ നല്ല അന്തസ്സുള്ള ജോലി തന്നെയാ. അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. സച്ചിൻ നിങ്ങൾ വന്നേ, ഞാൻ ചായ എടുത്തു വെക്കാന്നും പറഞ്ഞ് രേവതി അടുക്കളയിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, നീ ഇന്റർവ്യൂവിന് പോവല്ലേ, അങ്കിളുടെയും ആൻറ്റിയുടെയും അനുഗ്രഹം മേടിക്കുന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, മോൻ എന്തായാലും ഈ ജോലി കിട്ടും, നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ഇപ്പം നിന്നെ പരിഹസിച്ചവരൊക്കെ നിന്റെ ഉയർച്ചയിൽ കണ്ണ് തുറച്ചു നിൽക്കുന്ന ഒരു സമയം വരും. ഓൾ ദി ബെസ്റ്റ് ശ്രുതി, നീ പോയിട്ട് വാ, എന്തായാലും ഈ ജോലി നിനക്ക് കിട്ടുമെന്നും പറഞ്ഞ് ശ്രുതിയും പറഞ്ഞു വിടാണ്. അങ്ങനെ എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞ് രേവതിയെ മാത്രം വിളിച്ച് ചന്ദ്ര പറയുന്നുണ്ട്, എന്താടി നിന്റെ ഭർത്താവ് പോയോ? എന്നാലും അമ്മ മകൻ എവിടെയെന്ന് ചോദിക്കില്ല അല്ലേ? നീ പറഞ്ഞിട്ട് വേണോടി എന്റെ മകനാണെന്ന് എനിക്ക് മനസ്സിലാവാൻ. എനിക്കറിയാം എന്റെ മകനാണെന്ന്. അവന് നീയും കൂടി ഇന്ന് ശ്രുതിയെ കളിയാക്കി സംസാരിച്ചല്ലോ. നിനക്ക് എവിടുന്നാടി ഇത്രയും ധൈര്യം കിട്ടിയത്? നിന്റെ ഭർത്താവ് നിനക്കൊരു പൂക്കട വെച്ച് തന്നിട്ടുണ്ടല്ലോ, അതിന്ന് 10 രൂപ സമ്പാദിക്കുന്നുണ്ടായിരിക്കും. അതിന്റെ അഹങ്കാരല്ലേ നീ ഈ കാണിക്കുന്നേ? ഇതൊക്കെ കേട്ട് ശ്രുതിയും വരുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവനെ കൊണ്ടേ നീയൊക്കെ പറയിപ്പിക്കുകയല്ലേ? ഞാൻ പറയിപ്പിക്കാനോ? അമ്മ എന്താ പറയുന്നേ? നീ പറയിപ്പിക്കുക തന്നെയാ. അവനെ ഓരോന്ന് പഠിപ്പിച്ച് നീ അവനെ കൊണ്ട് ഞങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നു ഓരോ കാര്യങ്ങളും. അതെനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല. അവനെ പറഞ്ഞു മനസ്സിലാക്കി നീ നേരെ വഴിക്ക് കൊണ്ടുവരണം. അതെ നിന്റെ കടമയാ. അമ്മേ, ഞാൻ ഇവിടെ വന്നിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. ഞാൻ അമ്മയുടെ മകനോട് ഒന്നും പറയുന്നുമില്ല. പറഞ്ഞ് നേരേക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ പറഞ്ഞ അമ്മയുടെ മകൻ കേൾക്കോ? അമ്മ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മകനല്ലേ? ഇത്രയും വർഷം കൂടെ നിന്നിട്ടും അമ്മ പറഞ്ഞൊന്നും മകൻ കേൾക്കുന്നില്ലല്ലോ. അമ്മയ്ക്ക് നന്നാക്കാൻ പറ്റിയില്ലേ മകനെ? ഇത് കേട്ട് ചന്ദ്ര കുറച്ചു നേരം കമാന്നൊരു അക്ഷരം ഇണ്ടാതെ നിൽക്കുന്നുണ്ട്. ശ്രുതിയും ഇത് കേട്ട് ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്.
ഹോ, നിനക്ക് ഒക്കെ പറഞ്ഞ് വേടിക്കാൻ അറിയാലോ. നിനക്കൊരു പൂക്കട ഇട്ട് തന്നൂലോ. അതൊക്കെ നീ പറഞ്ഞ് ചെയ്യിപ്പിച്ചതല്ലേ, അതുപോലെ ഇതും ചെയ്യിപ്പിക്കണം. സച്ചിയേട്ടൻ എനിക്ക് പൂക്കട ഇട്ട് തന്നതേ ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ താഴരുത്, എനിക്കായിട്ട് 10 രൂപ സമ്പാദിക്കാനായിട്ട് ഒരു വഴി ഒരുക്കി തന്നതാ. ഞാൻ സച്ചിയേട്ടനോട് പറഞ്ഞതല്ല. നീ ഒരു ദിവസം മുഴുവൻ അവിടെ നിന്നാലും 1000 രൂപ തികച്ചു കിട്ടോ. എൻ്റെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ, എൻ്റെ പേരിലുള്ള ബ്യൂട്ടി പാർലറിൽ ദിവസം ലക്ഷങ്ങളാ കിട്ടുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്തിട്ട് എനിക്കൊരു 10 രൂപ കിട്ടിയാലും അതെനിക്ക് വലിയ സന്തോഷാ. ഞാൻ ആരിൽ നിന്നും കട്ടിട്ടും മോഷ്ടിച്ചിട്ടും കള്ളം പറഞ്ഞിട്ടും ഒന്നുമല്ല 10 രൂപ സമ്പാദിക്കുന്നത്. അല്ല രേവതി, നീ പറഞ്ഞു വരുന്നത് ശ്രുതിയെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും അല്ലേ? മോളെ ശ്രുതി, ഇവൾക്കുണ്ടല്ലോ ശ്രുതിക്ക് നല്ല ജോലി കിട്ടിയാലോ എന്ന് കരുതിയിട്ടേ അസൂയയാ അവന് ജോലി കിട്ടരുതെന്നാ ഇവളുടെയൊക്കെ വിചാരം. അമ്മേ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അയാൾക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. കിട്ടണമെന്ന് തന്നെയാ എൻ്റെ മനസ്സിൽ. എല്ലാ ജോലിയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഭക്ഷണം എടുത്ത് കഴിച്ചാൽ മതി. എനിക്കേ കടയിൽ കുറച്ച് ജോലിയുണ്ട്. ഞാൻ പോവാണെന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി ശ്രുതിയും ചന്ദ്രയും നിൽക്കാണ്. ആൻറ്റി, അവൾ പറഞ്ഞത് കേട്ടില്ലേ? ശ്രുതിയെ കുറ്റപ്പെടുത്തിയിട്ടാ സംസാരിച്ച്. എന്നെ അവൻ മറ്റുള്ളവരുടെ മുൻപിലൊക്കെ നാണം കെടുത്തിയെന്നൊക്കെയാ അവൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ആ മോളെ, അവളെ അഹങ്കാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എത്ര നാളിങ്ങനെ പോവെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്നും പറഞ്ഞ് ചന്ദ്ര ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ശ്രുതി ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. ഇന്നത്തെ റിവ്യൂ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.